ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി സ്പെഷ്യലായ മജസ്റ്റിക് ചിക്കൻ ആണ്. അതിനുവേണ്ടി ചിക്കന്റെ ബ്രസ്റ്റ് ആണ് വേണ്ടത്. നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നല്ല ടേസ്റ്റി ചിക്കൻ റെസിപ്പിയാണ് ഇത്. ഹൈദരാബാദുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. നമ്മളിത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതിനുവേണ്ടി നമുക്കിത് പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും. നമുക്ക് ഇത് ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യമായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിത് എടുത്തേക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇതിന് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ അത് പെട്ടെന്ന് ചില സമയത്ത് വെന്ത് കിട്ടാറില്ല. നമ്മൾ നോർമലി കുക്കറിലാണ് ബീഫ് വേവിക്കുന്നതെങ്കിൽ ഒരു 6 വിസിലടിക്കുന്നിടം വരെയാണ് ബീഫ് വേവിച്ചെടുക്കാറുള്ളത്. ഒരു 5 അല്ലെങ്കിൽ 6 വിസിലടിക്കുന്നിടം വരെയാണ് വേവിച്ചെടുക്കുന്നത്. ഈ 5-6 വിസിലടിച്ചിട്ടും ബീഫൊന്നും വേകാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നാടൻ കോഴി വാങ്ങിക്കുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ഇറച്ചിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഇറച്ചിയിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മൾ ഇറച്ചി ഇതുപോലെ വേകാത്ത ഇറച്ചി വാങ്ങിക്കുമ്പോൾ. നമ്മൾ പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ അതിൽ ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വിഭവമാണ് ചിക്കൻ മജസ്റ്റിക്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളിത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനിയും ഇതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുകെ കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2ആയിട്ട് കീറിയിട്ട് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്. അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ പൊട്ടിത്തെറിക്കും ദേഹത്തോട്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതം എല്ലാം ഇട്ട് കൊടുത്താൽ മതി.
ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതെല്ലാം വഴറ്റി കൊടുക്കാനായിട്ട്. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം ഒന്ന് ലൂസായി വരും. ആ തൈര് ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി വരും. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് നമുക്കിതുപോലെ അതൊന്ന് ചൂടാക്കി എടുക്കണം. ആ തൈര് ഈ മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തൈര് നമ്മുടെ ഈ ചിക്കൻ പീസിലെല്ലാം മിക്സായി വരണം. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തൈരെല്ലാം ഇതിൽ കോട്ടാകും. നമ്മൾ ഇതിനെടുക്കുന്നത് ഒത്തിരി പുളിയില്ലാത്ത തൈരായിരിക്കണം, അല്ലെങ്കിൽ ചിക്കന് നല്ല പുളിയായി പോവും. അതുകൊണ്ട് പുളി ഒട്ടും തന്നെ ഇല്ലാത്ത തൈരായിരിക്കണം ഇതിലേക്ക് എടുക്കേണ്ടത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ 1-2 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് കളറൊക്കെ ചേർത്തിട്ടുണ്ടാക്കണമെങ്കിൽ കളർ ചേർക്കാം. നമ്മളിവിടെ നോർമൽ കളറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ മജസ്റ്റിക് റെഡിയായി. അതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.